32,000 എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് പോയി ചോദിക്കണം. ഇത് പിണറായി വിജയൻ പറഞ്ഞ കണക്ക് ഞാൻ പറയുമ്പോൾ ഡേറ്റ് അടക്കം സമയമടക്കം പറയുമ്പോൾ അത് തെറ്റാണെങ്കിൽ എന്നോട് എന്തിനാ ദേഷ്യം പറഞ്ഞേ? ഞങ്ങളൊന്നും കൊണ്ടുനടന്നിട്ടൊന്നുമില്ല. അതൊരു സിനിമയായിട്ട് കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇത് പിണറായി വിജയൻ തന്നെയാണ് 2016 പറഞ്ഞു. പിന്നെ ഒരു കാര്യം, 2020 പറഞ്ഞ ആ ടെർമിനോളജി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആരും കടന്നിട്ടില്ല എന്ന് സ്മൃതിക്ക് പറയാൻ പറ്റുമോ? എത്രയോ പേര് കടന്നു എന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ സംസ്ഥാനത്തെ ഇത്തരം ഇഷ്യൂസ് കേന്ദ്ര സർക്കാരിനെ അറിയണം, സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാണോ വിശ്വസിക്കേണ്ടത്? അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വിശ്വസിക്കണം. തെളിവെടുക്കുക അദ്ദേഹം പറഞ്ഞു. അതല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കൂ. അതൊന്നും നടന്നില്ലല്ലോ. പിന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് അറിയാം അവരുടെ ഒപ്പം ആര് നിൽക്കണമെന്ന്. കാരണം പാലാ ബിഷപ്പിനെ PFI ആക്രമിച്ചപ്പോൾ ആരാണ് അവിടെ പോയി കൃത്യമായി പാലാ ബിഷപ്പിന് പിന്തുണ കൊടുത്തത് എന്ന് കത്തോലിക്ക സഭയ്ക്ക് അറിയാം. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ ആരാണ് ജോസഫ് മാഷിന് വേണ്ടി കേസ് നടത്തിയത്? ആ കേരളത്തിലെ വിജയകുമാർ എന്നുള്ള RSSൻ്റെ എറണാകുളം ഒരു അധ്യക്ഷനായിരുന്നു. ആ കേസ് എടുത്ത് അദ്ദേഹത്തിന് അറിയാം. കുന്തിരിക്കും മലരും അരിമരം വെക്കാൻ പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് BJP ആയിരുന്നു. പൂഞ്ഞാറിൽ പുരോഹിതനെ കാറടിച്ച് കൊല്ലാൻ പോകുമ്പോൾ അവിടെ പ്രകടനം നടത്തിയത് BJP ആയിരുന്നു. അതുപോലെ തന്നെ നികൃഷ്ട ജീവി എന്ന് ഈ കേരളത്തിലൊരു ബിഷപ്പിനെ വിളിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് BJP ആയിരുന്നു. വെമ്പായത്തിലും അതുപോലെ തന്നെ ഈരാട്ടുപേട്ടയിലും പത്തനംതിട്ടയിലും മലപ്പുറത്തെ വേങ്ങൂരും പത്തനംതിട്ടയിലെ കോടങ്ങൂരും എല്ലാം ഈ SDPI PFI ആളുകളായിട്ട് നിരന്തരം കൂട്ടുകൂടി യോജിച്ച് ഭരണം നടത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് SDPI പിന്തുണ കൊടുത്തത്, ബാംഗ്ലൂർ പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ട് ആരാണ് ഈ തീവ്രവാദികളുടെ കൂടെ ആരാണെന്ന് കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് കൃത്യമായി മനസ്സിലാകും. അവരുടെ കൂടെ ആരാണ് ഉള്ളതെന്ന് മനസ്സിലാകും. ഒരു സംശയവുമില്ല. ഈ സിനിമ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ബോധമുള്ള ജനങ്ങൾ ഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ പഠനം ഫാദർ കൂടി കേൾക്കാനാണ്. പഠനത്തിൽ ഓരോ ദിവസവും 2 ക്രിസ്ത്യാനികൾ വീതം രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ UP-യിലാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് 687 ഒരു ആക്രമണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഇടം കേരളമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.